എല്ലാവർക്കും ചായ എടുത്തു തരാം അല്ലേ? ഓക്കെ, ഗ്ലാസ് എടുത്തോളൂ. നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് സ്വന്തം വീടും ആക്കാം ഒക്കെ എല്ലാ പ്ലാനിങ്ങും ഞാൻ നിങ്ങളെ കൂടെ നിങ്ങളൊരു ലൈഫിലേക്ക് എത്തുന്ന വരെ നിങ്ങളെ കൂടെ ഞാൻ നിന്ന് ഉണ്ടാവും. ഏച്ചി ഇപ്പൊ ഹാപ്പി അല്ലേ? മനാഫ്കാക്ക് ഉണ്ടാക്കിയ ചായയാണ്. മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞോളേണ്ടി. അതിന്റെ 2 കാല് ഇവിടെ തന്നെ ഉണ്ട്. വയനാട്ടിലേക്ക് നിങ്ങൾ ടൂറായിട്ട് വരുമ്പോൾ നിങ്ങളെ ടൂർ ഡെസ്റ്റിനേഷനിൽ ഒരു സ്ഥലം ആയിരിക്കണം കൽപ്പറ്റയിലെ ഈ റൗണ്ട് ബോട്ടിലുള്ള സൗഹൃദ ചായക്കട. ഇവിടെ വന്നിട്ട് പോയ പിന്നെ നമ്മുടെ MLA ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു അവര്. നമസ്കാരം. നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി നിർധരായ ഫാമിലിക്ക് നമ്മളൊരു തട്ടുകട ഇട്ട് കൊടുത്താണ് കൽപ്പറ്റ ബൈപ്പാസിൽ സ്റ്റാർട്ടിങ് ജംഗ്ഷനിൽ. അപ്പം ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് നല്ല കച്ചവടം ഇനിയും നല്ല തിരക്കുണ്ടായിനു. ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വരെ വീട്ടിൽ കൊണ്ടുപോയേക്കാണ്. നാളെ രാവിലെ മുതൽ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഈ തട്ടുകട വീണ്ടും പ്രവർത്തിക്കും. ബാക്കി വീട്ടിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ ഇരിക്കാനുള്ളതല്ലേ? ശാലവാ, ശാലിന്റെ നമ്പർ എന്തൊക്കെ വായിച്ചല്ലോ അല്ലേ? വായിച്ചാ നന്നായി. വീണ്ടും നമസ്കാരം. നമ്മളിന്ന് തട്ടുകടൻ്റെ ഉദ്ഘാടനം കഴിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു ഒരു വയനാട്ടിലുള്ള അമ്മയും മക്കളും അവരനുഭവിച്ച പ്രയാസം. ഭക്ഷണത്തിന് പോലും വകയില്ലേനും ആത്മഹത്യാ വക്കിലേനും അവർ. ആ ഫാമിലി ഇന്ന് സ്വന്തമായിട്ടൊരു തട്ടുകടൻ്റെ ഓണർമാരാണ്. ഇന്ന് ആദ്യത്തെ ദിവസം തട്ടുകടയിൽ ബിസിനസ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെയോ വന്ന് ഇരുന്നത് ആ സ്ഥലത്ത് തന്നെ വന്ന് ഇരിക്കുകയാണ്. ഈ ഫാമിലിനോട് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ച് അവർക്ക് ഒരു തട്ടുകട തുടങ്ങിക്കൊടുത്ത് സ്വന്തമായി ഇനി അധ്വാനിച്ച് ആരെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തിക്കണ്. ഇന്ന് നമ്മൾ പെട്ടെന്നുണ്ടായതാണ്. നാളെ രാവിലെ എനിക്ക് ഉംറക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ പോയി വരുന്നവരെ പിന്നെ കാത്തു നിൽക്കണ്ടെന്നുള്ളതിനോണ്ട് ഇന്ന് അധികാരിയെ ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ഒരു ഉദ്ഘാടനത്തിനും നാളെ രാവിലെ എനിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ ബിസിനസ് ഏകദേശം 4000 റുപ്യോളം ഇന്ന് ബിസിനസ് ചെയ്ത് വരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ലവണ്ണം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇവർ തട്ടുകട തുടങ്ങിയത്. ഈ തട്ടുകട തുടങ്ങാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച വ്യക്തിയാണ് ഷഹൽ. ഷഹലിൻ്റെ സുഹൃത്തുക്കളും. ഷഹലിനൊന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് ഷഹൽ. മുന്നേ ഇവിടെ ചുമരുമ്മൽ ഷഹലിൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ട് ഒരുപാട് ആൾ ഷഹലിനെ വിളിച്ചിന്. ഞാൻ അവിടെ ഫോൺ നമ്പർ എഴുതുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് സൂം ചെയ്തിട്ട് ആൾക്കാർ ഷഹലിൻ്റെ നമ്പർ കണ്ടുപിടിക്കും. അപ്പം ഇതാണ് നമ്മളെ ഫാമിലി. ഇവരെ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ചെയ്യണത് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ ഒരാളെ കാണിക്കുന്നതിനെ കൊണ്ട് വല്ല ഒരു പ്രയാസവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കേണ്ട ആൾക്കാരെ. ഇനി നാളെ മുതൽ ഇവരവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ പോവുകയാണ്. ലൈഫിനോട് പടപൊരുതാൻ പോവുകയാണ്. ഇവരെ പടപൊരുതാൻ പ്രാപ്തരാക്കിക്കണ് ഇവരെ മുന്നത്തെ ജീവിതം. അതുകൊണ്ട് ആരും ഇവരെ മോശക്കാരായിട്ട് കാണിക്കണമില്ല, ഇനി കാണാനും പോകണില്ല. ഇനി ഇവർ ഇവിടുന്ന് അങ്ങോട്ട് ഇവർ എന്താ പറയുക സ്വന്തം അധ്വാനിച്ച് ജീവിച്ച് ഈ സമൂഹത്തിൽ ഒരു മുൻനിരയിലെത്തി കാണിക്കുന്നു. എനിക്ക് വാക്ക് നിൽക്കണ്. ചേച്ചി ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഏത് ഘട്ടത്തിലെത്തിനു അന്ന് അവസാന ദിവസം ഇനി ഒരു തരി ഭക്ഷണം പോലും ഇല്ലാത്ത സമയത്താണ് നമ്മൾ കയറി വരുന്നത്. ഈ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ലൈഫ് അത്ര വേഗം അവസാനിപ്പിക്കേണ്ട ഒന്നും അല്ല. തോൽക്കാൻ
ലൈഫിൽ തോൽക്കുക എന്ന് പറയുന്നത് ഒരാളും ചെയ്യരുത്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഗുണപാഠം. എല്ലാം തീർന്നിടത്തുനിന്ന് ആരെങ്കിലും വരും. അതിപ്പോൾ നമ്മളെന്നല്ല, ഞാൻ എൻ്റെ ടീമും ഒക്കെ വളരെ ഇതൊന്നും വലിയൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം എന്നല്ല, ആർക്കും ചെയ്തു കൊടുക്കാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ആ ഒരു തട്ടുകടക്ക് ഏകദേശം 1 ലക്ഷം 1.25 ലക്ഷം ഉറുപ്പിൻ്റെ അടുത്തായിട്ടുള്ളൂ. മൊത്തം സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം ചെയ്തത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് ഒരു തട്ടുകടയാക്കി. അത് ഇത്രേ ഉള്ളൂ. ഇതിലൂടെ ഒരു എന്താ പറയുക 4 മനുഷ്യജീവങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ. ഇതിപ്പോൾ ഞാനെന്തോ വലിയ കാര്യം ചെയ്തതെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. നമുക്ക് ആർക്കും ചെയ്തു കൊടുക്കാൻ ഒരു 4-5 ആൾ കൂടിയാൽ ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഈ നാട്ടിൽ എന്താ പറയുക ആർക്കും ഒരു പട്ടിണിയോ ഒരു പ്രയാസങ്ങളോ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് ചെറിയൊരു കോൺസെപ്റ്റ് ഒന്നല്ല. ഞാൻ പല രാജ്യങ്ങളിൽ പോണാണ്. എനിക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് മലേഷ്യയിലുണ്ട്. മലേഷ്യയിലൊക്കെ എന്താ പറഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ, ഗവൺമെൻറ്റിൽ വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കാർ എടുത്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് തട്ടുകട ഉണ്ടാവും. ഈ തട്ടുകടയിൽ പോയിട്ട് എന്താക്കുക ചെയ്യുക, എന്തെങ്കിലും ബർഗറോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി ഒരു 10 മണി വരെ പാർട്ട് ടൈം ആയിട്ട് ആ ബിസിനസ് ചെയ്യും. അത് എന്താ പറയുക നല്ല കോൺസെപ്റ്റാണ് തട്ടുകട എന്ന് പറഞ്ഞാൽ. നമുക്ക് നല്ല സ്ഥലമാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ അറേഞ്ച് ചെയ്ത് തന്നത്. അതിൻ്റെ പിന്നിൽ ഷാലിൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ വലിയ ഒരു എന്താ പറയുക ഇതുണ്ട്. ഇവിടുത്തെ MLA നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. MLAൻ്റെ ഭാഗത്തുനിന്നും ഇപ്പം നല്ലൊരു പോസിറ്റീവ് ഇതാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കുറേ ആളുകൾ വിചാരിച്ചാൽ തന്നെ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അത് തന്നെ അങ്ങനെ കുറച്ച് ആളുകൾക്കൊരു സഹായമായാൽ നല്ല കാര്യമല്ലേ. അപ്പം ഏച്ചി അന്ന് ഒന്നും പറഞ്ഞു സംസാരിക്കാനോ അല്ല പരിചയപ്പെടാനോ കഴിഞ്ഞില്ല. ഏച്ചി പറഞ്ഞോട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. എനിക്കിനി ഈ കട മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ച് അവർക്ക് എന്താവണം അതായിട്ടുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഒരു കയറി കിടക്കാൻ ഒരു വീട്. വാവേ അവക്ക് പനിയാണ്. വാവച്ചിമോനെ ഇവരെ കയറി കിടക്കാൻ ആരും ഇറക്കി വിടാത്ത രീതിയിൽ ഒരു വീട്. എന്തായാലും അത് ഇത്രയും കാലങ്ങള് എന്താ പറഞ്ഞാല് ഒരുപാട് ഒരേ വീട്ടിൽ താമസിച്ച് ഓരോ വർഷം കഴിയുന്നോറും അവർ നമ്മളെ ഇറക്കി വിടുകയാണ്. ഒരു വാടക 1 മാസത്തെ കുടിശ്ശികയായി കഴിയുമ്പോഴത്തേനും പറയാണ് ഇറങ്ങണം. അതേ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുക. വെച്ചാൽ വേറെ ആരും നമുക്ക് ചോദിക്കാൻ ഒരാണായിട്ടോ ഒന്നും ഇല്ല. നമ്മൾ പെൺപിള്ളേരല്ലേ. ഇവരുടെ മുന്നിലൊക്കെ വെച്ച് നമ്മളോട് ചീത്തയായിട്ട് സംസാരിക്കും. നമുക്ക് അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. അത് കണ്ടല്ലേ പിള്ളേര് നമ്മളോട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു മാർച്ച് വരെ ഇവിടെ താമസിക്കാവുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. അത് കഴിയുമ്പോ എന്റെ നാട്ടിലേക്ക് പോയിക്കൊള്ളണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ആരെ മുന്നിലും ഒരു ജോലിക്കും വേണ്ടിയിട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ കയ്യിൽ നിങ്ങൾ വീട്ടിൽ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമാതിരി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥാപനത്തിൽ, അതായത് നിങ്ങളെ ആ റെസ്റ്റോറൻറ്റിൽ ഇനി ആളുകൾ എന്താ പറയുക നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്ര ബിസിനസ് ഉണ്ടാവും. അല്ല ഈ നാട്ടിലുള്ള ഇനി ആര് പോവുകയാണെന്നുണ്ടെങ്കിലും കൽപ്പറ്റ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റ ടൗണിലേക്ക് പോകും. നേരെ പോയാൽ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് പോകും. റൈറ്റിലേക്ക് പോയാൽ മാനന്തവാടിയിലേക്ക് മേപ്പാടിയിലേക്ക് പോണ ഒരു സർക്കിളിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഇതിൻ്റെ പേര് മനാഫിൻ്റെ സൗഹൃദ ചായക്കട. മനാഫിൻ്റെ സൗഹൃദ ചായക്കട എന്നാണ്. ഇനി ആലുവയിൽ നമുക്കൊരു ഇതേമാറ്റൊരു ചായക്കടൻ്റെ കൂടി ഒരാൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, അവർക്കും ഇതന്നെ ഇനി ഇങ്ങനെ ഇടുന്ന എല്ലാ ഇതിനും പേരും അത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ചായക്കട ഇടാൻ സഹായിച്ചത് എൻ്റെ സ്വന്തം സ്ഥാപനം തന്നെയായ സാഗർ കോയ ടിമ്പേഴ്സാണ്. ഇനി ഇതേമാതിരത്തെ നമ്മൾ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഒരു ചായക്കട ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പോൺസറായിട്ട് ആർക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. അത്
ഇപ്പോൾ ഇവരെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കടികളും ചായ കാപ്പി, അതേമാതിരി തന്നെ നമ്മളെ കോഴിക്കോടൻ കാവ, ചില സ്ഥലത്ത് ചുക്ക് കാപ്പി എന്ന് പറയും, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ട്. മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും എന്താ പറയുക കോഴി പൊരിച്ചതും ആണ്. രണ്ട് പീസ് പുട്ട്, കോഴി പൊരിച്ചത്, ഒരു ചായ 99 ഉറുപ്പ്യക്ക് കിട്ടും. ഈ വഴിക്ക് പോണ ഏതാളുകളും ഒന്ന് നിർത്തിയിട്ട് ഇവരെ സഹായിക്കണം, ഇവരെ ചായക്കടയിൽ കയറി ഭക്ഷണം കഴിക്കണം. ഏച്ചി ഇപ്പോൾ ഹാപ്പി അല്ലേ? ഇപ്പം സന്തോഷമായി അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കരയാത്ത ദിവസം ഉണ്ടായില്ല. ഇപ്പൊ എനിക്ക് ഇവിടെ വന്നു പോയ പിന്നെ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ആ സങ്കടമൊക്കെ അങ്ങ് മാറി. ഞാൻ എല്ലാ ദിവസവും ഞാനിരുന്ന് കരയുമായിരുന്നു. അന്ന് ഇവിടെ വന്നു പോയില്ലേ, അതിൽ പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ. അല്ലാണ്ട് ഞാൻ കരയാത്തൊരു ദിവസമില്ല. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായി, മേരി എന്ന് പറഞ്ഞ്. ആ ചേച്ചിയോട് ഞാൻ ചെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമായിരുന്നു. അപ്പൊ ആ ചേച്ചി എന്നോട് പറയരുത്, നീ അങ്ങനെ വന്നിട്ട് നീ ഇനി ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യരുത് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ ഒരാളില്ല, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ആരോടും മിണ്ടുകയില്ല, പറക്കൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇവിടെ വന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരോട് നല്ല അവരിപ്പോൾ ഇവർ വഴക്ക് പറഞ്ഞിട്ട് അപ്പുറത്തെ കോട്ടേഴ്സിൽ മാറി. അപ്പോൾ ഇത് മാറണമെന്ന് പറഞ്ഞ് ഇവരിത് പൊളിക്കാൻ പോവാണ്, ഇത് മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മാർച്ച് വരെ എന്തായാലും മാറില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് സ്കൂളിൽ പോകണമല്ലോ, ഇവിടെ മുണ്ടേരി സ്കൂളിൽ. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീടിനുള്ളത് നമുക്കൊരു കുറി തുടങ്ങിയിട്ട് ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു കുറി ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും KSF-യോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പൈസ കിട്ടും. നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് സ്വന്തം വീടും ആക്കാം. ഒക്കെ എല്ലാ പ്ലാനിങ്ങും ഞാൻ നിങ്ങളെ കൂടെ, നിങ്ങളൊരു ലൈഫിലേക്ക് എത്തുന്ന വരെ നിങ്ങളെ കൂടെ ഞാൻ നിന്ന് ഉണ്ടാവും. അതായത് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഫുള്ള് ഇവിടെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഷാലിന്റെ ഫ്രണ്ട്സ് ഒക്കെ അതിന്റെ പുറത്ത്. എനിക്കറിയില്ലായിരുന്നു ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരാൾ ഇതായിട്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാവരോടും ഒരു ഇതായിരിക്കുമല്ലോ, ആ ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പൊ എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ എപ്പോഴും പിള്ളേരോട് പറയും, ഇങ്ങനെ നല്ലൊരു മാമൻ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു. കാണാറുണ്ടായിരുന്നു ഞങ്ങള്, പക്ഷെ അറിയില്ലായിരുന്നല്ലോ നമുക്ക് ഇങ്ങനെ. ഇനി ഇങ്ങനത്തെ ഒരു എന്താ പറയുക ബുദ്ധിമോശങ്ങളൊന്നും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവാതെ ഇങ്ങനത്തെ ഒന്നും. മോള് ഇനി നല്ല പഠിക്കണം കേട്ടോ. ഇവക്ക് പഠിത്തമല്ല, ഇവക്ക് വരയാണ്. ഇവക്ക് വരയും അവള് നല്ലോണം പഠിക്കും. രണ്ടാമത്തോള് എല്ലാത്തിനും A ഗ്രേഡും നല്ലോണം പഠിക്കും. ഇനി ഇവരെ പഠിപ്പിച്ച് ഇതാക്കുക, ഒരു ഉയർത്തിലെത്തിക്കുക. അമ്മേനെ ഇടക്ക് പോയി സഹായിച്ചും കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആവണോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ലൈഫിനോട് പൊരുതുക. ലൈഫ് ഒന്നേ. അത് കഴിഞ്ഞ് എനിക്ക് ഒരാള് മെസ്സേജ് അയച്ച്, നമ്മള് പിള്ളേരുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്തില്ലേ, ആ ഫോട്ടോ തിരിച്ചയച്ചിട്ട് വേറൊരാൾ എനിക്കൊരു ഇത് അയച്ചേക്കാണ്, ഞാൻ എന്ത് വേറെ കല്യാണം കഴിച്ചോന്ന്. ആ മനാഫിക്കയുടെയും ഈ പിള്ളേരുടെ ഫോട്ടോ എൻ്റെ ഒന്നും ആ കൂടെ ഇല്ല, ഞാൻ അടുത്ത് പോലും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ വരെ സംസാരിച്ചവരുണ്ട്. നോക്കണ്ട, സമൂഹം അങ്ങനെ തന്നെ. ഇവിടെ എല്ലാ ടൈപ്പ് ആളുകളും ഉള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നല്ലവരും ഉണ്ടാവും, ചീത്തവരും ഉണ്ടാവും. നമ്മൾ രണ്ടും നമ്മളെ ജീവിതം ജീവിക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതന്നെ ഇപ്പൊ എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും കുറ്റം പറയാൻ 100 ആൾക്കാർ പലതും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് താഴെ ഇനി ആരും വന്നിട്ട് ഇവിടുത്തെ പരിസരവാസികൾ ഇവിടെ രാത്രി മനാഫ് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ചേറി ചെല്ലണ്ട, ഇതിന്റെ പെങ്ങളെ വീടാ, ഇതിന്റെ പുറത്ത് കുറെ പിള്ളേർ നിൽക്കുന്നുണ്ട്, ഇവിടുത്തെ അയൽവാസികളും അമ്മമാരൊക്കെ ഉണ്ട്, അവർക്ക് വീഡിയോയിൽ വരണമെന്ന് താല്പര്യമില്ല, എല്ലാവരും ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു സമൂഹം ഇപ്പോൾ ഒരു നാട് മുഴുവൻ ഇവരെ കൂടെ ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേജാറ് വേണ്ട. ഇവർ ഇനി തിരിച്ചു പറയും മറിച്ച് പറയും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ കാര്യങ്ങൾ എന്താക്കുക, പ്രോപ്പറായിട്ട് ചെയ്തു പോവുക. ഇവർക്ക് ഞാനിതിൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തതായിട്ടും എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു കടമാണ്. നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു 4 മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും, അത്ര തന്നെ. 2 ദിവസം ചാനലിൽ വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പറ്റി ആരും സംസാരിക്കാനില്ല. അങ്ങനെ ആയിപ്പോകരുത്. നമ്മൾ എന്താ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ രാഷ്ട്രീയം. അപ്പോൾ അത് ആരായിക്കോട്ടെ, മനുഷ്യരെല്ലാവരും ഒന്നാണ്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. ഇവർക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലെങ്കിൽ ആർക്കും ഇവിടെ ജീവിക്കാനൊന്നും കഴിയില്ല. അതിലിപ്പോൾ ഏത് ജാതി ഏത് മതം ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാവേണ്ട വിഷയമല്ല. എനിക്ക്
വലിയൊരു ദൂരെ യാത്ര പോകേണ്ടി ഉണ്ടായിട്ട് പോലും ഈ സമയത്തും നമ്മൾ ഇവിടെ വന്ന് നിൽക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ചെയ്തും കൊണ്ടിരിക്കണമെന്ന് വിശ്വസിക്കേണ്ടത് ഞാൻ. എൻ്റെ കൂടെ ഇതിനു വേണ്ടി നിന്ന ഈ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ അർഹമായ പ്രതിഫലം ദൈവം ഇവർക്ക് നൽകും. നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിർബന്ധമുള്ളതാണ്. പല ആളുകളും ഇവരോട് ചോദിച്ചാലോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് മനാഫ്ക വരുമോ എന്നുള്ളത്. നമ്മളെല്ലാ സ്ഥലത്തും വല്ലതും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ഒന്നും പാതി വൈക്കൽ നിർത്തി പോന്നിട്ടില്ല. അത് വാക്ക് പറയണത് നമ്മളെ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു മോശമില്ലാത്തൊരു പൈസ വരെ വീട്ടിലേക്ക് സ്വന്തമായി ബിസിനസ് ചെയ്തിട്ട് ഇവരെ ലൈഫിൽ ആദ്യമായിട്ട് വയ്ക്കും അല്ലേ? ബിസിനസ് ചെയ്തിട്ട് ഇതുവരെ ജോലി ചെയ്തിട്ടാണ് ഒരു 10 റുപ്യ കിട്ടിയത്. അതിനെക്കാട്ടി രസമാണ് ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ അടുത്ത് ഒരു ചായ കുടിക്കുമ്പോൾ 10 റുപ്യ നമ്മളെ പോക്കറ്റിലേക്ക് വരുമ്പോൾ അതൊരു നല്ല, അതെ അതെ, നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എന്താ പറയുക, മായം ചേർക്കാത്ത ഭക്ഷണം കൊടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാര്യമാണ്. ഞാൻ ഈ ബിസിനസ് എന്താ പറയുക, ഫുഡ് ബിസിനസ് ഞാൻ ചെയ്ത് ഉള്ളതിനോട് പറയാണ്, ബിസിനസ് എന്ന് പറയുമ്പോൾ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. നാളെ എനിക്ക് നിങ്ങളോട് ആകെ ഒറ്റ ഉപദേശമേ പറയാനുള്ളൂ, വിശന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്താക്കുക, ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് വിശപ്പിൻ്റെ വില അറിയാം. അപ്പോൾ എന്താ പറയുക, നാളെ ഒരാൾ വിശന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ സ്ഥാപനത്തിൻ്റെ ഇനിയൊരു പ്രത്യേകതയും കൂടി നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൽപ്പറ്റ ഭാഗത്ത് ആരെങ്കിലും അത്യാവശ്യം വിശന്ന് വരുന്നുണ്ടെങ്കിൽ പണം ഇല്ലെങ്കിലും ഏച്ചിനെ വന്ന് കണ്ടാൽ മതി, ഓരോങ്ങൾക്ക് ഭക്ഷണം തരും. ചിക്കൻ പൊരിച്ചൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ, കറി ആ പുട്ടും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി തന്നെ പരമാവധി ഇവരെയും സഹായിക്കുക. ഇവർക്ക് ഒരു ഇവിടെയുള്ള നാട്ടിലുള്ള കൽപ്പറ്റ വയനാട് ഭാഗത്തുള്ള എല്ലാവരും ഇടയ്ക്ക് വരിക, ഭക്ഷണം കഴിക്കുക അവരുടെ അടുത്ത് നിന്ന്. അതിനെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് എന്താ പറയുക, ഇവർക്ക് വലിയ സപ്പോർട്ടാവും നിങ്ങളെ കൊടുക്കുന്ന ബിസിനസ്. ഇങ്ങനെ ആവണം എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ മറ്റുള്ളവരോട് പറയാനുള്ളത്. നമ്മൾ ഒരാളെ പ്രയാസത്തിന് അവർക്ക് ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തതിനെ കൊണ്ട് അവരെ പ്രയാസം ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. പകരം നമ്മളെന്താ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഇതുപോലെ ഒരു സ്വയം അവർക്കൊരു തൊഴിൽ കണ്ടെത്താനും അവരെ എന്താ പറയുക സ്വയം പര്യാപ്തരാക്കുക. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാരമാവും. ഈ കൊച്ചുങ്ങളെ അച്ഛൻ ഇട്ടേച്ച് പോയ മുതൽക്ക് നിങ്ങളെ അനുഭവിക്കുന്നത്, പുള്ളി ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാത്ത ദ്രോഹങ്ങളൊന്നുമില്ല. എൻ്റെ കൈ കണ്ടോ വെട്ടിമുറിച്ച സിഗരറ്റിന് കുത്തിയേക്കുന്ന വെച്ചാ ഇവിടെ എല്ലാം വെട്ടി മുറിച്ചേക്കുന്ന പുള്ളി വാക്കത്തി കൊണ്ട് വെട്ടിയിട്ടുള്ള. ആര് ഭർത്താവോ? അതേവരെ ഞാൻ സഹിച്ചിടുന്ന വെച്ചാൽ പെൺപിള്ളേരാ. ഈ കുട്ടികളെ അച്ഛൻ ഉണ്ട്, പുള്ളി വേറെ കല്യാണം കഴിച്ചു, അതിലും പിള്ളേരുണ്ടെന്ന് പറയുന്നുണ്ട്. അതും അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ അത് അന്വേഷിക്കാറില്ല, നമുക്ക് അതിന്റെ ഇതില്ലല്ലോ. എനിക്ക് അത് കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വിളിച്ചാണ് പിള്ളേരെ കാണണമെന്നും പറഞ്ഞ്. അപ്പൊ ഇവളെടുത്ത വായില് ചോദിച്ചു ഇനി ഏതാ പിള്ളേരെന്ന് ഇവളെ ചോദിച്ചാണ്. അതൊക്കെ ഇനി ഇവരെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ കറക്റ്റ് 11 വർഷം. 11 വർഷമായി. 11 വർഷം നിങ്ങളെ ഒറ്റക്ക് പോറ്റണ? ഞാൻ ഒറ്റയ്ക്കാണ്. 3 കൊല്ലം ഈ കുട്ടികളെ പഠിപ്പ് നിന്നുപോയി. 3 കൊല്ലം പിള്ളേരെ പഠിക്കാൻ വിടാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ എന്ന് വെച്ചാൽ അവിടെ വീട്ടുജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ കിട്ടുന്നത് വാടക കൊടുക്കാനും പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും ഉള്ള പൈസ എനിക്ക് കിട്ടുള്ളായിരുന്നു. 300 രൂപ വെച്ചാൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ 3 ഒരേ പ്രായമായപ്പോൾ ഈ അവനെ കയ്യിൽ വെച്ചിട്ടാണ് ഇവരെ 2 അംഗൻവാടി കൊണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചവനെ കൊണ്ടാണ് വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് കൊണ്ടുവന്ന് അതിന്റെ ബാക്കി പുള്ളിക്ക് കൊടുത്തില്ലെങ്കിൽ കുടിക്കാൻ കൊടുത്തില്ല. പുള്ളിയുടെ ജോലി എന്നാന്ന് വെച്ചാൽ കുടിയും ചീട്ടുകളിയാണ്. ഇതൊക്കെ ഏത് നാട്ടിലേനും? ഇടുക്കിയില്. ഇപ്പൊ പുള്ളി നിങ്ങളെ വിട്ടേച്ച് പോയിട്ട് 11 കൊല്ലമായി. 11 കൊല്ലം നിങ്ങൾ ഈ വീട്ടു ജോലി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടികളെ പോറ്റിയതല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബില് ഞാൻ പായസം കൊണ്ടുപോയി ആളുമായിട്ട്
ഞങ്ങൾ പരിചയമുണ്ടായി. അപ്പൊ അങ്ങനെ ജോലിക്ക് ആളെ വേണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ആ കുഴപ്പമില്ലാത്ത ജോലിയായിരുന്നു, നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടായി. പിന്നെ അല്ലെങ്കിലും എനിക്കൊരു ആഗ്രഹം, നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് എന്തെങ്കിലും തുടങ്ങണം, അതാകുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, അതെനിക്ക് സാധിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിലോർക്കും, ഇതുപോലൊരു കട ഇട്ടിട്ടിരുന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും, നമുക്കൊരു 1000 രൂപ അത്രേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ. കൂടുതലൊന്നും വേണ്ട, നമുക്ക് അന്നത്തെ ദിവസം ഒരു 1000 രൂപ നമുക്ക് കൈ പിടിക്കാനുള്ള കിട്ടുവാണെങ്കിൽ. ഈ തട്ടുകടന്റെ വേറൊരു ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാടക കൊടുക്കണ്ട. തട്ടുകടയില് നമ്മളെ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ സഹായിച്ചതിനോണ്ട് നമുക്കൊരു നല്ല സ്ഥലവും കിട്ടി, ഒരു വാടക കൊടുക്കണം. ഇൻ കേസ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടായില്ല, നമുക്ക് ബിസിനസ് ഉള്ള സ്ഥലത്തേക്ക് തട്ടുകട മാറ്റാൻ പറ്റും, ഷോപ്പാകുമ്പോൾ മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ ഇതിലുള്ള ഗുണങ്ങൾ ഇതാ. ഇവിടെ വന്നിട്ടാണേലും എനിക്ക് ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് പോകുന്ന വഴിക്ക് അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, നീ പോകുന്ന വഴിക്കല്ലേ ഈ കൊച്ചുങ്ങളെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോകുന്ന, എന്തിനാന്ന് വരെ എന്നോട് ചോദിച്ചവരുണ്ട്. അപ്പൊ എനിക്ക് ഇവരെ കളയാൻ പറ്റില്ല, ഞാൻ ഇവരുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ അമ്മമാർക്കും കുട്ടികള് കുട്ടികളോട് സ്നേഹത്തിന് ഒരു അളവില്ല. അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഏറ്റവും വലുത് എനിക്ക് ഏറ്റവും വലുത് എനിക്ക് 3 പിള്ളേര്. ആണുങ്ങൾക്ക് ഇട്ടേച്ച് പോവാ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളും പോകുന്നുണ്ട്, ഒരുപാട് നമ്മൾ കാണുന്നതാണല്ലോ. നമ്മൾ ആ കടലിൽ ആ ഒരു സംഭവം, ഒരു കൊച്ചിനെ എറിഞ്ഞു കൊന്ന് അന്നോട്ട് ഓരോ സംഭവങ്ങളാണല്ലേ, കൊല്ലുന്നു വിറക്കുന്നത്. എന്നാലും പൊതുവെ എന്താണ് അമ്മമാരെ ബാധ്യത ആയി മാറലാണ് കുട്ടികള്. പക്ഷെ നിങ്ങൾ ഈ കുട്ടികൾ എത്ര പേരെ വലുതാക്കി വളർത്തിയല്ലോ, അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സല്യൂട്ട് അടിക്കുന്ന വേണം. എന്തായാലും ഇത് നിങ്ങൾക്കൊരു ലൈഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളതിനെ നല്ല വൃത്തിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലൂടെ ഇനി 4 ആൾക്ക് ജോലിയോ അതോ ഇതുപോലെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് മുന്നേ ഒരു സ്ത്രീ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു 2 സ്ഥലം തരാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല ആ സ്ത്രീ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ സ്ഥിതി തന്നെ വളരെ മോശമാണ്, ഞാൻ വീട് പണിയൊന്നും കഴിയാത്ത കൊടുത്താൽ, പക്ഷെ ഞാനൊരു 2 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അതെ നിങ്ങളെ സ്ഥിതി തന്നെ മോശമല്ലേ? അപ്പോൾ ഇതിൻ്റെ മുന്നേ ആ സ്ത്രീ ഒരു പ്രായമുള്ള ഒരു അമ്മൂമ്മനെ നോക്കിയിട്ട് ആ അമ്മൂമ്മ മരണപ്പെടാൻ നേരത്ത് ഈ 14 സെൻറ്റ് സ്ഥലം തോന്നുന്നു ഈ സ്ത്രീൻ്റെ പേരിലേക്ക് മാറ്റി. ഈ സ്ത്രീക്കും ഭർത്താവില്ല, ഒരു മകളാണുള്ളത്. അപ്പോൾ ആ മകളോട് സമ്മതം വാങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു 2 സെൻറ്റ് സ്ഥലം. പക്ഷെ അത് ഒരുപാട് വേറെ കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഉള്ളോട്ടാണ്. അപ്പം ഞാൻ 2 സെൻറ്റ് സ്ഥലം. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, ഈ സ്ത്രീ എന്നെ വേറൊരാളെ നോക്കിയതിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയ 14 സെൻറ്റിൽ നിന്ന് ആ കിട്ടിയതിന്ന് ഒരു 2 കൊടുക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ്. അതേമാതിരി തന്നെ നാളെ നിങ്ങൾ ഇതിൽ നിന്ന് വളർന്ന് വലുതായിട്ട് നിങ്ങൾ വന്ന വഴി ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ 4 ആളെ ഇതിലൂടെ സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെയിനായിട്ട് ഇങ്ങനെ പോയാൽ ഞാൻ ചെയ്ത പ്രവൃത്തിയും എൻ്റെ സുഹൃത്തുക്കളായ ഇവരെല്ലാവരും ചെയ്തതിന് ഒരു എന്താ പറയുക ഒരു അന്ത്യം ഉണ്ടാവും, അതിനൊരു റിസൾട്ടാവും. അതാവണം. എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം സഹായിച്ച് പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ കാണുന്ന ആളുകളോടും പറയുന്നത്, വയനാട്ടിലേക്ക് നിങ്ങൾ ടൂറായിട്ട് വരുമ്പോൾ നിങ്ങളെ ടൂർ ഡെസ്റ്റിനേഷനിൽ ഒരു സ്ഥലം ആയിരിക്കണം കൽപ്പറ്റയിലെ ഈ റൗണ്ട് ബോട്ടിലുള്ള സൗഹൃദ ചായക്കട, മനാഫിൻ്റെ സൗഹൃദ ചായക്കട. ഇനി ഈ ഇങ്ങനത്തെ ബോർഡ് എവിടെ കാണുകയാണെങ്കിലും അവിടെ കയറണം, അവിടുന്ന് ചായ കുടിക്കണം, അവിടെ കുറച്ച് നേരം ഒരു സൗഹൃദം പങ്കിടണം. അപ്പോഴാണ് എന്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യമാണ്. നമ്മളിപ്പോൾ എന്തായാലും എവിടെ നിന്നായാലും ഭക്ഷണം കഴിക്കണം, അത് ഏച്ചിൻ്റെ കടയിൽ നിന്നാവട്ടെ. എല്ലാവരോടും ഇത്രയും പറഞ്ഞുകൊണ്ട്, അതുമാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും നിൽക്കണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡായി പോകണം. ഇങ്ങനത്തെ വീഡിയോകൾ സമൂഹത്തിൽ ഒരുപാട്
ആളുകൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണ്. എങ്ങനെ ഒരു കുടുംബം ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് ആരെങ്കിലും ഒരാൾ വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ഇപ്പം ഉണ്ടായ സംഭവങ്ങൾ ഒരു കാരണമാവും. അതുകൊണ്ട് ഒരിക്കലും ആരും പ്രതീക്ഷ കൈവിടരുത്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. അതിലൂടെ ഇവരിപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായി. വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ കഴിച്ചിലാവുന്ന നിങ്ങളെ മോള് നിങ്ങളോട് ഇന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പ് നിങ്ങളെ ഒരിക്കലും അറിയില്ലല്ലോ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് അല്ലേ? അപ്പൊ അവൾ എന്നോട് പറഞ്ഞ് ആ മാമനെ വിളിച്ചു കഴിഞ്ഞ മാമൻ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇല്ല, മാമൻ വരും, നമുക്ക് ആരില്ലേലും ദൈവം ഉണ്ടെന്ന് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറയുന്ന മോൻ തന്നെ വിളിക്ക്. അങ്ങനെയാണ് അവള് മെസ്സേജ് അയക്കുന്നത്. അതെ, അവളെ നമ്മള് ആകെ ഷോക്കായത്. രാവിലെ എന്ന് ഞാൻ ചോറായിരുന്നു കഴിക്കാൻ കൊടുത്തോണ്ടിരുന്നത്, അതുപോലും ഉണ്ടായില്ലായിരുന്നു. അത് അന്ന് ഞാൻ സ്കൂളിൽ പോലും വിടാതിരുന്നത്. ഇനിയിപ്പോ എന്താ പറഞ്ഞാല് നിങ്ങൾക്ക് മക്കൾക്ക് ഇനി ഡെയിലി ചിക്കൻ വരെ കഴിക്കാം, നോ പ്രോബ്ലം. ഇവിടെ വന്നിട്ട് പോയ പിന്നെ നമ്മുടെ MLA ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അവര് മാസത്തേനുള്ള സാധനം മേടിച്ചെന്നായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഇവിടെ അവര് സാധനം കൊണ്ടു തന്നായിരുന്നു. പിന്നെ 2000 രൂപ അയച്ചു കൊടുത്തെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടു തന്നായിരുന്നു സഹായങ്ങള്. അതെ അതെ അതെ, നമ്മളെവിടെ പോയാലും അവിടെ ആ വീട്ടിലൊരു സഹായം എത്തുന്നുണ്ട്. അതായത് ഒരു വിശ്വാസമാണ്. ഈ ഇപ്പൊ ഇന്റെ പ്രേക്ഷകരായിക്കോട്ടെ, ഇന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളായിക്കോട്ടെ, ഒരു വിശ്വാസമാണ് എന്നോട്. ഒരിക്കലും എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ല എന്നുള്ളത്. മരണം വരെ മനാഫ ആ വിശ്വാസം എന്തായാലും കാത്തു സൂക്ഷിക്കും. പലരും ഈ വിഷയത്തിൽ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആരും സഹായിച്ചിട്ടില്ല. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തരെ സഹായിക്കാൻ. ഇപ്പം ഈ വിഷയത്തിലും ഉണ്ടായിട്ടല്ല, അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ആയി വരും. അത് എന്താ പറയുക, ദൈവം നമ്മളെ മുന്നിൽ എങ്ങനെങ്കിലും എത്തിച്ചേരും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാമ്പത്തികം എത്തിച്ചേരും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലും നടന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വിജയിച്ച് കാണുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ എടുത്ത എഫേർട്ടിനൊരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവണം. എനിക്കിനി ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ആത്മഹത്യ ഇനി നമുക്ക് ഒരു പരിഹാരമില്ല. ഈ മനാഫിക്കെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഓടി എത്തും എന്നെനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ അന്ന് ആ മനാഫിക്ക വന്ന ആ വീഡിയോ ഇല്ല, ഞങ്ങൾ ആ വയനാടിനെ എത്തുന്നതിന് മുമ്പ് ഒരു കാറിന് ഒരു വണ്ടി ഇടിച്ച് ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. നമ്മൾ ഏത് സമയത്തും വിളിച്ചാൽ ഓടി എത്തും എന്നുള്ള വിവരം. എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് വിളിച്ചിട്ട് ആരും എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഞങ്ങൾ നോക്കാം പറഞ്ഞില്ലായിരുന്നു, 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വരാൻ നോക്കാം, ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല, ഈ മനാഫിക്ക വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് കൊച്ചവൻ പറഞ്ഞു, അമ്മീ മാമൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടാവൂല, നമ്മൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇറങ്ങി നിൽക്കാന്ന്. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായി. സത്യം പറയാണ്, അന്ന് എങ്ങനെ കിടന്നുറങ്ങണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അതേ അവസ്ഥയിൽ ഇരിക്കുന്നൊരു സമയം സത്യം പറഞ്ഞ ഈ ദൈവമായിട്ടാണ് ഞങ്ങൾ 4 ജീവനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയല്ലേ? പ്രതീക്ഷയാണ്. നമ്മള് വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ സഹായിക്കാൻ? ഈ മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ കഞ്ഞി വെക്കാൻ അരി ഇല്ലാണ്ടിരുന്നിട്ട് ഞാൻ 100 രൂപ ചോദിച്ചു. അത് എൻ്റെ പിള്ളേർക്ക് അരി മേടിച്ച് കഞ്ഞി വെക്കാൻ ഞാൻ 100 രൂപ ചോദിച്ചാണ്. ആ ആൾ എന്നോട് പിറ്റേ ദിവസം ഞാൻ ആ 100 രൂപ കൊടുത്തിട്ട് ആൾ എന്നോട് 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചു, നിന്റെ മക്കൾക്ക് കഞ്ഞി വെക്കാനായിട്ട് നീ 100 രൂപ എന്നോട് തെണ്ടിയില്ലെന്ന് എന്നോട് ചോദിച്ചു. അത് എന്റെ പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നോട് ചോദിച്ചു. അങ്ങനെ അവർ ചോദിച്ചവരുണ്ട്. എനിക്കിനി അവരുടെ മുന്നിലൊന്നും കൈ നീട്ടാണ്ട് വന്ന് വേണമെങ്കിൽ ഒരു ചായ കുടിച്ചു പോകാൻ പൈസ വേണ്ട, ചുമ്മാ ഒരു ചായ കുടിച്ചിട്ടേലും അവരെന്റെ കട കേറ്റണോന്ന് എനിക്കൊരാഗ്രഹം. അതെ, വന്ന് ചായ കുടിച്ചു അവരുടെ പൈസ വേണ്ട, പറഞ്ഞവര് നമ്മുടെ കടയിൽ വന്നൊരു ചായ കുടിക്കണം. എന്റെ ഒരു ശൈലിയാണ്. നമ്മള് എന്താ പറഞ്ഞാല് റിവഞ്ച് നമുക്ക് ഇഷ്ടാ. ഇപ്പൊ റിവഞ്ചാണ് ചേച്ചിന്റെ, അത് വേണം. അത് നമ്മളെന്താക്കണം പറഞ്ഞാൽ അത് നല്ലൊരു രസത്തില്
ആ പ്രതികാരം അങ്ങോട്ട് വീട്ടുക. അതായത് ജീവിച്ച് കാണിക്കണം. ഈ പറഞ്ഞവരുടെ മുന്നേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നോട് മാർച്ച് വരെ ഇവിടെ ഈ വയനാട് നിക്കാവുള്ളെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ എനിക്ക് ജീവിക്കണം. ഞാൻ നിങ്ങളെ കൂടെ എല്ലാരും ഉണ്ട്. ഇവിടുത്തെ MLA ഉണ്ട്, ഇവിടുത്തെ ബാക്കി രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞ് എന്നെ MLA വിളിച്ച് ഇപ്പൊ തിരക്കാണ്, തിരക്ക് കഴിയുമ്പോ ഞാൻ വന്നേക്കാം, വീട്ടിൽ വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. MLA-നോട് ഈ വീഡിയോയിൽ പറഞ്ഞാളി ഇനി കടയിലേക്ക് വരേണ്ടി ചായ ഭക്ഷണം കഴിക്കാം. ഞാൻ സാറിനോട് പറയുന്ന MLA-യോട് എന്റെ കടയിലേക്ക് പറഞ്ഞ ചായ കുടിക്കണം. ഞാൻ കടയിട്ടു. ഇപ്പൊ എനിക്ക് സന്തോഷമായി. MLA നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ നാട്ടുകാരനാണ്, നമ്മളെ നാട്ടിലാണ്, നല്ല മനുഷ്യനാണ്, നമ്മളെ നല്ല സുഹൃത്താണ്. രാത്രി 11 മണിക്ക് എന്നെ വിളിച്ച് ഞാൻ വരാം, ഇപ്പൊ ഇച്ചിരി തിരക്കാണ് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു ലൈഫ് സെറ്റിലായി. നമ്മള് മെനക്കെട്ടാല് എന്തും നടക്കും. നമ്മള് ഇതോട് കൂടിയിട്ട് എന്താ ഇങ്ങക്കൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാല് വേറൊന്നും ചിന്തിക്കാതെ സഹായം ചോദിക്കുക. അതെ, ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് സഹായിക്കാൻ ഉണ്ടാവും. അത് നമ്മളൊരു സഹായം ചോദിച്ചാൽ മറ്റു രീതിയിലാണ് മറ്റുള്ളവർ കരുതുന്നവർ. എല്ലാവരും അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ചിലർ അങ്ങനെ ആണ്. അത് നമ്മളെ ഈ ഒരു സമൂഹത്തിന്റെ ഒരു കുഴപ്പം തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ആരെങ്കിലും നല്ല മനുഷ്യന്മാർ കുറെ ഉണ്ട് ഇവിടെ, ഒരുപാടുണ്ട്. 10 പേരുണ്ട്, അതിൽ ഒരാളേലും അതങ്ങനെ ചെയ്യും. അത് ഇനി മുതൽ മോശം മനുഷ്യന്മാര് 10-ൽ ഒരാളും 9 ആൾക്കാർ നല്ല മനുഷ്യരായിട്ട് ഞമ്മക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് മനാഫിക്ക് ഇനി വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞാണ്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മനാഫിക്ക് ഇനി വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കും. ഇനി അതുകൊണ്ട് പുള്ളി ഇവിടെ വയനാട്ടിൽ വരില്ല. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞ് മുട്ടിലെങ്ങാണ്ട് കടനം ചെയ്യാൻ വരും. എന്റെ 2 കാല് ഇവിടെ തന്നെ ഉണ്ട്. ഒരാള് അതൊന്നും എന്താ പറയാ അറിയാത്ത പോലാണ്. അത്യാവശ്യം മോശമില്ലാത്ത നമ്മള് എന്താ പറയാ, ഞാൻ എല്ലാരോടും പറയണ നമുക്ക് രണ്ട് കാര്യവും വശമുണ്ട്. എനിക്ക് ഗാന്ധിജീനെ ഇഷ്ടമാണ്, ഭഗത് സിംഗിനെ ഇഷ്ടമാണ്. നമുക്ക് രണ്ടും അറിയാം. നല്ലപോലെ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, മറ്റേ രീതിയും രണ്ടും അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളൊന്നും ചെയ്യാൻ പോകില്ല. ആരായാലും പറഞ്ഞവർ ഈ സമൂഹത്തിൽ എല്ലാരെ പോലെ തന്നെ തുല്യ അവകാശം ഇവർക്കുണ്ട്. ഇവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഇവർ ഈ നാട്ടിൽ തല ഉയർത്തി അന്തസ്സോടുകൂടി ഇനി വളരും. അതിന് നല്ലവരായ മനുഷ്യരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പരമാവധി ഈ വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആവട്ടെ. മറ്റുള്ള ഇങ്ങനെ എന്താ പറയുക പൊട്ടബുദ്ധി തോന്നുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ജീവിക്കാനുള്ള ഒരു ഊർജമാവണം. എന്താ പറഞ്ഞാൽ ആരെങ്കിലും വരും. ഇന്നെപ്പോലെ തന്നെ ലോകത്ത് ലക്ഷക്കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ഒരാൾ എഴുതി വെച്ചിട്ടുണ്ടാവും പടച്ച തമ്പുരാൻ, ആ ആൾ വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോകളൊക്കെ സൗദിയിൽ നിന്ന് ഇടാൻ കഴിയുമെങ്കിൽ നോക്കാം. വെക്കുകയാണ്. നമസ്കാരം. ഇവിടെ വെള്ളം ചൂടാവാൻ കുറച്ച് പണി ഉണ്ടാവും. ഐസ് വായിട്ട് വെള്ളം ഒരു തണുപ്പാണല്ലോ. ഇത് വയനാട്ടിലെ ഒരു ഫാമിലി ഓർക്കും വേണ്ടി നമ്മൾ തുടങ്ങിക്കൊടുത്ത പിന്നെ തട്ടുകടാണ്. ഇന്ന് മോളെ ഇന്ന് കുടിച്ചോക്ക്. മനാഫ്കാക്ക് ഉണ്ടാക്കിയ ചായയാണ്. മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞോളേണ്ടി, അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണെന്ന് പറയണം. നമ്മൾ ഈ ചായപ്പൊടിയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏലക്കായി പൊടിച്ചിട്ട് ആ ഒരു പാത്രമാക്കുക. ഒരു പാത്രത്തിൽ ചായപ്പൊടി ഇടുന്ന ആ ചായപ്പൊടിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കായി പൊടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്താട്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഇതാവും. ബിസ്മിൻ ചൊല്ലി. ഇത് ആദ്യത്തെ പൈസ കിട്ടിയോ?
കിട്ടി. ആ എന്നാ 10 റുപ്യ തന്നെ 20 റുപ്യ അതാ ബിസ്മീൻ ചൊല്ലി ഞാൻ വാങ്ങുകയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് കച്ചവടം. ആ ആ കൊടുത്ത് അങ്ങനെ വേണ്ടത്. ആ നിയാസ ഈ കുടിച്ച ചായന്റെ പൈസ ഒന്നുമില്ല. 10 റുപ്യ അങ്ങോട്ട് കൊണ്ടാ ചായ കുടിച്ചതിന്റെ. ആ ബാബ ചായ കുടിച്ചില്ല. ആ എന്നാ ചായ ഇത് ഇന്നിപ്പോ രാത്രി ലേശം നേരം വൈകിപ്പോയി. ചേച്ചി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചോളി. ആ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എന്താക്കണം, വെക്കണം കേട്ടോ. ആ ഓക്കെ, ഇതാണ് ചായൻ്റെ പൈസ. നിയാസ് ചായൻ്റെ പൈസ തന്നിട്ടോ. ആ അല്ല, മലേഷ്യയിൽ സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റ് ഉള്ള ആളാണ് ഞാൻ. നമ്മളവിടെ ചായ അടിച്ച് പഠിച്ച് തുടങ്ങിയതാണ് ഈ പരിപാടി. അതുകൊണ്ട് തട്ടുകട നടത്താൻ ഒരു കുഴപ്പമില്ല. ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഈ ഇവിടുത്തെ കാഷ്യർ ആവണം കേട്ടോ. കേട്ടോ, അമ്മനെ സഹായിക്കണം. മലേഷ്യയിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഐറ്റം ചായ ഉണ്ട്. ചായപ്രാന്തന്മാരുടെ രാജ്യമാണ് മലേഷ്യ കേട്ടോ. പേരെന്തേനു? സൂര്യനോടാ പറഞ്ഞത്. അവിടെ മനാഫ്കാക്ക് മലേഷ്യയിൽ ഹോട്ടലൊക്കെ ഉള്ള. അപ്പോൾ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഐറ്റം ചായ ഉണ്ട്. അതുകൊണ്ട് പണ്ട് ഞാൻ കുറേ ചായ അടിച്ചതിനോണ്ട് ഇത് നമ്മൾ പുത്തരിയല്ല. പിന്നെ ഷായലിന് ബ്രെഡ് ഓംപ്ലേറ്റ് വേണോ? നമ്മളെ കടയിൽ ചായ ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബൂസ്റ്റ്, ബ്രൂ കോഫി, ചുക്ക് കാപ്പി. അപ്പോൾ ഇത്രയും കാര്യം കടികളുണ്ട്. പിന്നെ ഇവർ നാളെ മുതൽ പുട്ട്, കോഴി പൊരിച്ചത്, ഇതാണ് ഇവിടുത്തെ വെറൈറ്റി. നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ചെയ്യുക. 2 പീസ് പുട്ട്, 1 പീസ് ചിക്കന്, 1 കട്ടൻ ചായ നമുക്ക് 99 റുപ്യക്ക് കൊടുക്കാം. ഉദ്ഘാടന ഓഫറാണ്, 1 മാസം വരെ ഉണ്ടാവും ഉദ്ഘാടന ഓഫർ. 99 റുപ്യക്ക് 2 പീസ് ചിക്കൻ, 1 പീസ് ചിക്കന്, 2 പുട്ട്, 1 ചായ.